നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നൈജൽ ഫരാജ് രാജിവെച്ച ഒഴിവിൽ എസെക്സ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ. ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് വ്യക്തമാക്കി ബ്രിട്ടനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ഫരാജ് രാജിവെച്ചത് സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഉയർന്നതോടെ ജനങ്ങളുടെ കോടതി സത്യം തീരുമാനിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൈജൽ ഫരാജിനെതിരെ ഉയർന്ന ആരോപണം ധനികരായ രണ്ട് അനുഭാവികളിൽ നിന്നും പണവും മറ്റ് സാമ്പത്തിക സഹായവും കൈപ്പറ്റി എന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനാർത്ഥിയായ ഫരാജ് മാത്രം. ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന 9 മുൻ പ്രധാനമന്ത്രിമാരുടെ സംരക്ഷണത്തിന് ചെലവഴിക്കുന്നത് ലക്ഷങ്ങൾ. ആൻഡി ബേൺഹാം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്നതോടെ ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9 ഉയരും. 20-ാം നൂറ്റാണ്ടിൽ പോലും ഒരിക്കലും 5 മുൻ പ്രധാനമന്ത്രിമാരിലേറെ പേർ ഒരേ സമയം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് ജീവിതകാലം മുഴുവൻ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നത് നിയമം. ചെലവുകൾക്കായി വളരെ ഉദാരമായ രീതിയിൽ ആറക്ക തുകയാണ് ചെലവാക്കുന്നതെന്നും ഇതെല്ലാം നൽകേണ്ടത് പൊതുഖജനാവിൽ നിന്നായതിനാൽ ഇതൊരു നിസ്സാര കാര്യമല്ല എന്നും വിമർശനം. മോസ്കോയിൽ വരെ കയറിയടിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ വികസിപ്പിക്കാൻ തയ്യാറെടുത്ത് ബ്രിട്ടൻ. നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചേർന്നുള്ള പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഇന്ന് പുറത്തുവിടും. 40 ബില്യൺ പൗണ്ടിന്റെ മിസൈൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രധാനമായും റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്നതിനായി. ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ വളരെ കൃത്യതയോടെ 1500 മൈൽ അപ്പുറമുള്ള ലക്ഷ്യത്തെ വരെ ആക്രമിക്കാൻ ശേഷിയുള്ളവ. ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ ഉപയോഗിക്കുക ശത്രു രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന്. റഷ്യ ബ്രിട്ടന്റെ പരമ്പരാഗത മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നത് ഇതാദ്യം. ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ ഈ മാസം 15-ന് പ്രാബല്യത്തിൽ വരും. കരാർ നിലവിൽ വരുന്നതോടെ പുതിയ അവസരങ്ങളെക്കുറിച്ചും കൈവരിക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും ഏറെ പ്രതീക്ഷയോടെ ബ്രിട്ടീഷ് വ്യവസായ മേഖല. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ വൻ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് കരാർ എന്ന് സൂചന. ഗ്രീൻലാൻഡിനെ ചൊല്ലിയ ട്രംപിന്റെ പ്രസ്താവന വീണ്ടും വിവാദമാകുന്നു. തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിലെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റേതല്ല, അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് അവകാശവാദം ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള അമേരിക്കയുടെ ബന്ധം സമ്മർദ്ദത്തിലായിരിക്കെ പുതിയ പ്രസ്താവന കൂടുതൽ നയതന്ത്ര സംഘർഷത്തിന് ഇടയാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള വാക്പോര് കൂടുതൽ രൂക്ഷമായി. പുതിയ വിവാദത്തിന് കാരണം മെലോണി തന്നെ ആരാധനയോടെ നോക്കി നിൽക്കുന്നതായി ചിത്രീകരിച്ച ഡിജിറ്റലായി തിരുത്തിയ ഒരു ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. ചിത്രത്തിന് നിയന്ത്രണ ഉത്തരവ് വേണമെന്ന അടിക്കുറിപ്പും നൽകി ട്രംപ്. ട്രംപിന്റെ പോസ്റ്റിനെതിരെ വിമർശനം ഉന്നയിച്ച് ഇറ്റലി. വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്താതെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ട്രംപ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം അടിസ്ഥാനരഹിതമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്നും മെലോണിയുടെ വിമർശനം. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവു ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3264 കോടി രൂപ. 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു എന്ന് റിപ്പോർട്ട്. സംഭാവനയായി ലഭിച്ച സ്വർണം ഉൾപ്പെടെയുള്ള 30 കിലോഗ്രാം വസ്തുക്കളും വെള്ളി ഉൾപ്പെടെയുള്ള 1518 സാധനങ്ങളും വിലപിടിപ്പുള്ള മറ്റ് സംഭാവനകളും ട്രസ്റ്റിന്റെ കൈവശമുണ്ട് എന്ന് ഖജാൻജി. 2926 അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ട്. ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾക്കായി ചെലവിട്ട 124 കോടി രൂപയുടെ കണക്ക് പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം. വയനാട് മണ്ണിടിച്ചിലിൽ 2 തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതും അന്വേഷിക്കും. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പണി തുടങ്ങുകയുള്ളൂ എന്നും അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. PSCയുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണെന്നും ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. അദാനിയുടെ അപേക്ഷ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി വി.ഡി. സതീശൻ. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയിൽ പ്രതിരോധത്തിലായി CPIM. ഓഹരി വിൽപ്പനയെ പറ്റി അറിഞ്ഞില്ല എന്ന് CPIM നേതാക്കളെ വെട്ടിലാക്കി ഓഹരി വിൽപ്പനയെ അനുകൂലിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് ജൂൺ 5-ന്. ഓഹരി വിൽപ്പന അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ടത് ജൂൺ 30-ന്. ദേശാഭിമാനിയിൽ റിപ്പോർട്ട് വന്നത് വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്ന തലക്കെട്ടോടെ. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വരാൻ സാധ്യത ഏറിയെന്നും അതിന്റെ ഭാഗമായി ഓഹരികൾ വാങ്ങുമെന്നും ദേശാഭിമാനി. സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നൈജൽ ഫരാജ് രാജിവെച്ച ഒഴിവിൽ എസെക്സ് മണ്ഡലത്തിൽ അനിവാര്യമായി തീർന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ബ്രിട്ടനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കി. ഇതോടെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനാർത്ഥിയായ ഫരാജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പായി.
സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നൈജൽ ഫറാജ് രാജിവെച്ച ഒഴിവിൽ എസെക്സ് മണ്ഡലത്തിൽ അനിവാര്യമായി തീർന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ബ്രിട്ടനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഉയർന്നതോടെ ജനങ്ങളുടെ കോടതി സത്യം തീരുമാനിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഫറാജ് രാജിവെച്ചത്. ധനികരായ രണ്ട് അനുഭാവികളിൽ നിന്നും പണവും മറ്റ് സാമ്പത്തിക സഹായവും കൈപ്പറ്റിയെന്നായിരുന്നു നൈജൽ ഫറാജിനെതിരെ ഉയർന്ന ആരോപണം. ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണെന്ന് മാത്രമായിരുന്നു ഫറാജിന്റെ പ്രതികരണം. പാർലമെന്ററി അന്വേഷണം നടക്കുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ ഫിനാൻസിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പ് നാടകം അപഹാസ്യമാണെന്നും തങ്ങൾ ഫറാജിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നും രണ്ട് പ്രധാന കക്ഷികളും വ്യക്തമാക്കി. തട്ടിപ്പിന് ശിക്ഷിക്കപ്പെട്ട പോസ്റ്റ് ജോർജ് എന്നറിയപ്പെടുന്ന ജോർജ് കോട്രലിന്റെ കയ്യിൽ നിന്നും വെളിപ്പെടുത്താത്ത തുക ജീവനക്കാരെ നിയമിക്കുന്നതിനും വെസ്റ്റ് മിനിസ്റ്ററിൽ വീടെടുക്കുന്നതിനുമായി കൈപ്പറ്റിയെന്നാണ് ആരോപണം. ക്രിപ്റ്റോ ശതകോടീശ്വരനായ ക്രിസ്റ്റഫർ ഹാർബോണിന്റെ കയ്യിൽ നിന്നും 5 മില്യൺ പൗണ്ട് തുകയുടെ സമ്മാനങ്ങൾ കൈപ്പറ്റിയെന്ന ആരോപണം ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡേർഡ്സ് കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന 9 മുൻ പ്രധാനമന്ത്രിമാരുടെ സംരക്ഷണത്തിന് ബ്രിട്ടൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളെന്ന് റിപ്പോർട്ട്. ആൻഡി ബെർഹാം പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9 ഉയരും. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു കാര്യമാണിത്. 20-ാം നൂറ്റാണ്ടിൽ പോലും ഒരിക്കലും 5 മുൻ പ്രധാനമന്ത്രിമാരിൽ ഏറെ പേർ ഒരേ സമയം ജീവിച്ചിരുന്നിട്ടില്ല. മാത്രമല്ല അവരൊക്കെ താരതമ്യേന പ്രായം കൂടിയവരും ആയിരുന്നു. ആൻഡി ബെർഹാം പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതോടെ ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ 9 ഉയരുമെന്ന് റിപ്പോർട്ട്. ഇതോടെ ജീവിച്ചിരിക്കുന്ന 9 മുൻ പ്രധാനമന്ത്രിമാരുടെ സംരക്ഷണത്തിന് ബ്രിട്ടൻ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. നിയമപരമായി മുൻ പ്രധാനമന്ത്രിമാർക്ക് ജീവിതകാലം മുഴുവൻ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനു പുറമെ വിശദമായ പ്രൊട്ടക്ഷൻ ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്യണം. ചെലവുകൾക്കായി വളരെ ഉദാരമായ രീതിയിൽ ആറക്ക തുകയാണ് ചെലവാക്കുന്നതും. ഇതെല്ലാം നൽകേണ്ടത് പൊതുഖജനാവിൽ നിന്നാണ് താനും. ഇതൊരു നിസ്സാര കാര്യമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനായി ധാരാളം പണവും ഒപ്പം മനുഷ്യ വിഭവശേഷിയും ചെലവാക്കേണ്ടതുണ്ട് എന്നും അവർ പറയുന്നു. ജനങ്ങൾ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിലും വേഗത്തിലാണ് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിമാർ മാറുന്നതെന്ന പരിഹാസവും ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് ന്യായീകരിക്കാൻ സാധിക്കുമെങ്കിലും കേവലം 49 ദിവസം മാത്രം ആ പദവിയിലിരുന്ന ലിസ് ട്രസിനെ പോലുള്ളവർക്ക് ആജീവനാന്ത സംരക്ഷണം നൽകുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നും അവർ ചോദിക്കുന്നു. അവർക്ക് പ്രായം 50 വയസ്സ് മാത്രമാണ്. ഇനിയും 30 മുതൽ 40 വർഷം വരെ ജീവിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാലയളവിൽ പൊതുഖജനാവിന് വരുന്ന ചെലവ് എത്രയാകുമെന്ന് ആലോചിക്കാനും അവർ നിർദ്ദേശിക്കുന്നു. മോസ്കോയിൽ വരെ കയറി അടിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ വികസിപ്പിക്കുകയാണ് ബ്രിട്ടൻ. മറ്റു ചില നാറ്റോ സഖ്യ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പുറത്തുവിടും. റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ടാണ് പ്രധാനമായും 40 ബില്യൺ പൗണ്ടിന്റെ മിസൈൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മോസ്കോയിൽ വരെ കയറി അടിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ ബ്രിട്ടൻ വികസിപ്പിക്കുകയാണ് എന്ന് റിപ്പോർട്ട്. റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്നതിനായിട്ടാണ് പ്രധാനമായും 40 ബില്യൺ പൗണ്ടിന്റെ മിസൈൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നതാണ് സൂചന. വളരെ കൃത്യതയോടെ 1500 മൈൽ അപ്പുറമുള്ള ലക്ഷ്യത്തെ വരെ ആക്രമിക്കാൻ കഴിവുള്ളവയാണ് ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ. ശത്രു രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിനായിരിക്കും ഇത് ഉപയോഗിക്കുക. ഈ പദ്ധതി വിജയമായാൽ ഇതാദ്യമായിരിക്കും റഷ്യ ബ്രിട്ടന്റെ പരമ്പരാഗത മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നത്. റഷ്യക്കെതിരെ യുക്രൈൻ ഉപയോഗിക്കുന്ന ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ ഡീപ് സ്ട്രൈക്ക് മിസൈലുകളുടെ 4 ഇരട്ടി ക്ഷമതയായിരിക്കും പുതിയ മിസൈലുകൾക്ക് ഉണ്ടാവുക. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അങ്കാറയിൽ എത്തിയിരിക്കുകയാണ് നിലവിൽ പ്രധാനമന്ത്രി. എല്ലാ വർഷവും NHS വാർഷികം പ്രമാണിച്ച് പ്രധാനമന്ത്രി വിളിക്കുന്ന വിരുന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഇത്തവണ 2 മലയാളി നഴ്സുമാരും. നോർവിച്ചിൽ താമസിക്കുന്ന എരുമേലിക്കാരി ടെൽമ ജോസും ബാസിൽഡൺ മലയാളിയായ ഷൈനി ബേസിലുമാണ് കഴിഞ്ഞ ദിവസം നടന്ന വിരുന്നിലേക്ക് നോമിനേഷനിലൂടെ ക്ഷണിക്കപ്പെട്ട മലയാളി നഴ്സുമാർ. ഇരുവരും 2 പതിറ്റാണ്ടോളമായി UK-യിൽ ജോലി ചെയ്യുന്ന മികവാണ് അവരെ ഈ വിരുന്നിലേക്ക് എത്തിച്ചത്. എല്ലാ വർഷവും NHS വാർഷികം പ്രമാണിച്ച് പ്രധാനമന്ത്രി വിളിക്കുന്ന വിരുന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മലയാളികൾക്ക് അഭിമാനമായി ഇത്തവണ നോർവിച്ചിൽ താമസിക്കുന്ന എരുമേലിക്കാരി ടെൽമ ജോസ്, ബാസിൽഡൺ മലയാളിയായ ഷൈനി ബേസിൽ എന്നിവർക്ക് ക്ഷണം. നോർവിച്ച് ഹോസ്പിറ്റലിൽ മെട്രോനായി ജോലി ചെയ്യുന്ന ടെൽമ ജോസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം എത്തുമ്പോഴാണ് തനിക്ക് നോമിനേഷനുള്ള വിവരം അറിയുന്നത്. സമാനമായിരുന്നു ബാസിൽഡണിലെ ഷൈനി ബേസിലിന്റെ അവസ്ഥയും. ഏതാനും മാസം മുൻപാണ് ഷൈനി മുൻകൈയെടുത്ത് ബാസിൽഡണിൽ 100 കണക്കിന് മലയാളി നഴ്സുമാരെ ചേർത്ത് കേരള നഴ്സസ് യൂണിറ്റ് ആരംഭിക്കുന്നത്. എങ്കിലും തൊഴിലിടത്തെ മികവ് തന്നെയാണ് ഷൈനിയെയും ഈ പ്രത്യേക വിരുന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായി വിലയിരുത്തുന്നത്. മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ മലയാളി നഴ്സുമാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനമൊഴിയുന്ന സ്റ്റാർമർക്കൊപ്പം വിരുന്നിൽ പങ്കെടുക്കാനായത് ടെൽമയ്ക്കും ഷൈനിക്കും സമ്മാനിച്ചത് അവിസ്മരണീയ നിമിഷങ്ങളാണ്. ഷൈനി നമ്പർ 10ലേക്ക് ബ്രിട്ടീഷ് ശൈലിയിലുള്ള ഡ്രസ് കോഡ് തിരഞ്ഞെടുത്തപ്പോൾ ടെൽമ തനി നാടൻ മലയാളിയായി മഞ്ഞ നിറമുള്ള സാരി ഉടുത്താണ് പ്രധാനമന്ത്രിയെ കാണാനെത്തിയത്.
തെൽമയ്ക്ക് വേണ്ടി ട്രസ്റ്റിൽ നിന്നും നൽകിയ നോമിനേഷനിലും ഇന്ത്യയിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്നെത്തി ബ്രിട്ടനിലെ ഹോസ്പിറ്റലിൽ മുതിർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന കാര്യം എടുത്തു പറഞ്ഞതും തന്റെ ഗ്രാമത്തിന്റെ നൈർമല്യത്തിന് അടയാളമായി സാരിയിൽ തന്നെ എത്താൻ കാരണമായി മാറിയിരിക്കാം. ഗൾഫ് രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നവർ വിമാനത്തിൽ കയറുന്നതിന് മുൻപായി ഒരു നടപടിക്രമം കൂടി അധികമായി പൂർത്തിയാക്കേണ്ടതായി വരും. പൗരത്വമോ ഏത് രാജ്യത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് നഗരത്തിൽ നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നോ പരിഗണിക്കാതെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ആരോഗ്യ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതായി വരുമെന്ന് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നവർ വിമാനത്തിൽ കയറുന്നതിന് മുൻപായി ഇനി പൗരത്വമോ ഏത് രാജ്യത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് നഗരത്തിൽ നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നോ പരിഗണിക്കാതെ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ആരോഗ്യ വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. ഇതിനായി എയർ സുവിധ പോർട്ടൽ ഇപ്പോൾ എയർ സുവിധ 2.0 ആയി പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്കും ഇത് ബാധകമാണ്. അതായത് ഇനി മുതൽ നാട്ടിൽ പോകുമ്പോഴെല്ലാം ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കണം എന്നർത്ഥം. നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ സന്ദർശിക്കുന്ന രാജ്യത്ത് പകർച്ചവ്യാധികളോ മറ്റ് മാരക രോഗങ്ങളുടെ വ്യാപനമോ ഇല്ലെങ്കിൽ കൂടി ഇത് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി 5 ഘട്ടങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യപടി നിങ്ങൾ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, വിമാന ടിക്കറ്റ് വിവരങ്ങൾ മുതലായവ നിങ്ങളുടെ അടുത്ത് തന്നെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ഈ പ്രക്രിയ ആരംഭിക്കാൻ പാസ്പോർട്ട് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ, യാത്ര ചെയ്യുന്ന തീയതി എന്നിവ ആവശ്യമാണ്. പിന്നീട് airsuvidha.civilaviation.gov.in എന്ന വെബ്സൈറ്റ് തുറക്കുക. അതല്ലെങ്കിൽ വിമാന കമ്പനിയോ ചെക്കിൻ വിഭാഗമോ നൽകുന്ന QR കോഡ് ഉപയോഗിച്ചും വെബ്സൈറ്റ് തുറന്ന് അപേക്ഷാ ഫോമിൽ എത്താൻ കഴിയും. പിന്നീട് ഫോമിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP ഉപയോഗിച്ച് വിവരങ്ങൾ സ്ഥിരീകരിക്കുക. തൊട്ടു മുൻപത്തെ 21 ദിവസങ്ങളിലെ നിങ്ങളുടെ യാത്രാ പരിപാടി വ്യക്തമാക്കാൻ ആവശ്യപ്പെടും. DRC, ഉഗാണ്ട, സൗത്ത് സുഡാൻ തുടങ്ങിയ എബോള പോലുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യവും വെളിപ്പെടുത്തണം. എന്നാൽ കഴിഞ്ഞ 21 ദിവസങ്ങളിൽ നിങ്ങൾ താമസിക്കുന്ന രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ നൺ ഓഫ് ദി എബോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഈ ഘട്ടം എല്ലാ യാത്രക്കാരും പൂർത്തിയാക്കേണ്ടതുണ്ട്. രോഗവ്യാപനമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചുവോ ഇല്ലയോ എന്നത് അടിസ്ഥാനമാക്കാതെ എല്ലാവരും ഈ കോളം പൂരിപ്പിക്കേണ്ടതുണ്ട്. ഈ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ നമ്പറും അറിയിപ്പും ഇമെയിൽ വഴി ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്തോ സ്ക്രീൻഷോട്ട് എടുത്തോ സൂക്ഷിക്കുക. ഇന്ത്യയിൽ വിമാനമിറങ്ങുമ്പോൾ ഇത് ഇമിഗ്രേഷൻ കൗണ്ടറിൽ കാണിക്കേണ്ടതായി വരും. വിമാനമിറങ്ങിയാൽ കൂടുതൽ ഫോമുകൾ പൂരിപ്പിച്ച് നൽകേണ്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കടലാസ് പണികൾ പൂർത്തിയാക്കേണ്ടതോ ഇല്ല. ഏതാനും മിനിറ്റുകൾ കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു പ്രക്രിയയാണിത്. എത്രയും വേഗത്തിൽ, അതായത് ബോർഡിങ്ങിന് മുൻപോ വെബ് ചെക്ക് ഇൻ സമയത്തോ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇതിനായി അവസാന നിമിഷം വരെ കാത്തു നിൽക്കേണ്ടതില്ല. വിദേശ പൗരന്മാർ ഇന്ത്യയിൽ എത്തുമ്പോൾ ഫയൽ ചെയ്യേണ്ട ഈ അറൈവൽ കാർഡിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. അതിനുള്ള ബദൽ സംവിധാനമില്ല ഇതെന്ന് അറിയുക. ഈ മാസം ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ ഉയർന്നു വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെ കുറിച്ചും കൈവരിക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ചും ഏറെ പ്രതീക്ഷകളാണ് ബ്രിട്ടീഷ് വ്യവസായ മേഖല വെച്ചു പുലർത്തുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ വൻ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ കരാർ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച UK ഇന്ത്യ ബൈലാറ്ററൽ കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ഈ മാസം 15 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഈ മാസം 15 മുതൽ ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ ഉയർന്നു വരാൻ പോകുന്ന പുതിയ അവസരങ്ങളെക്കുറിച്ചും കൈവരിക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും വലിയ പ്രതീക്ഷയിൽ ബ്രിട്ടീഷ് വ്യവസായ മേഖല. ഇരു രാജ്യങ്ങളെയും ഭാവിയിൽ വൻശക്തികളാക്കാൻ പോകുന്നതാണ് ഈ കരാർ എന്നാണ് UK ഇന്ത്യ ബിസിനസ് കൗൺസിൽ പ്രതിനിധി പറയുന്നത്. ചെറുകിട വ്യാപാര സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, നവാശയങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവർ തുടങ്ങിയവർക്കൊക്കെ വൻ സാധ്യതകളാണ് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനി മുതൽ ബിസിനസ് പ്ലാനുകൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഇന്ത്യൻ വിപണിയെ കൂടി മുന്നിൽ കണ്ടുവേണം അത് ചെയ്യാൻ എന്ന് ഈ രംഗത്തെ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 2025 4 പാദങ്ങളിലും കൂടി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 479 ബില്യൺ പൗണ്ടിന്റെ വ്യാപാര ഇടപാടുകളാണ് നടന്നത്. 2030 ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയാക്കാൻ പുതിയ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ചില തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സ്വാഭാവികമായും കടന്നു വന്നേക്കാമെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രിട്ടീഷ് വ്യവസായ മേഖല പ്രതീക്ഷിക്കുന്നത്. ഉൽപാദനം, എഞ്ചിനീയറിംഗ്, ഊർജ്ജം, അടിസ്ഥാന സൗകര്യ വികസനം, സാമ്പത്തിക സേവനങ്ങൾ, AI തുടങ്ങിയ മേഖലകൾക്കായിരിക്കും ഈ കരാർ കൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിക്കുക എന്നും അവർ പറയുന്നു. തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിലെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേറ്റോ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റേതല്ല, അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ട്രംപ് പറഞ്ഞത്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെൻമാർക്ക് രാജ്യത്തിന്റെ സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ട്രംപിന്റെ പ്രസ്താവന വിവാദം വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള അമേരിക്കയുടെ ബന്ധം ഇതിനകം സമ്മർദ്ദത്തിലായിരിക്കെ പുതിയ പ്രസ്താവന കൂടുതൽ നയതന്ത്ര സംഘർഷത്തിന് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അതീവ തന്ത്രപ്രധാനമാണെന്നും ഈ വിഷയത്തിൽ തന്റെ നിലപാട് നേറ്റോയുമായുള്ള ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന് പ്രത്യേക പ്രയോജനമൊന്നും ചെയ്യുന്നില്ല. ഗ്രീൻലാൻഡിന്റെ വികസനത്തിനായി ഡെൻമാർക്ക് വേണ്ടത്ര ചെലവഴിക്കുന്നില്ല. എന്നാൽ അമേരിക്കയ്ക്ക് അത് അതീവ പ്രധാനപ്പെട്ട മേഖലയാണ്. ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണത്. അങ്ങനെ തുടരാൻ തങ്ങൾ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു.
റഷ്യയെ പ്രതിരോധിക്കാൻ അമേരിക്ക ഡെൻമാർക്കിനും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും വൻതോതിൽ സഹായം നൽകിയിട്ടുണ്ടെന്നും എന്നിട്ടും ഗ്രീൻലാൻഡ് വിഷയത്തിൽ അവർ അമേരിക്കയുടെ നിലപാടിനോട് യോജിച്ചില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപിന്റെ പ്രസ്താവന ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ശക്തമായി തള്ളി. ഗ്രീൻലാൻഡിന്റെ പരമാധികാരത്തിൽ മാറ്റമുണ്ടാകില്ല എന്നും ഈ വിഷയം നെറ്റോ ഉച്ചകോടിയിലെ ചർച്ചാ വിഷയമാകില്ല എന്നും അവർ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള വാക്പോര് കൂടുതൽ രൂക്ഷമായി. മെലോണി തന്നെ ആരാധനയോടെ നോക്കി നിൽക്കുന്നതായി ചിത്രീകരിച്ച ഡിജിറ്റലായി തിരുത്തിയ ഒരു ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതാണ് പുതിയ വിവാദത്തിന് കാരണം. ചിത്രത്തിന് നിയന്ത്രണ ഉത്തരവ് വേണം എന്ന അടിക്കുറിപ്പും ട്രംപ് നൽകിയിരുന്നു. ട്രംപും മെലോണിയും തമ്മിലുള്ള വാക്പോര് കൂടുതൽ രൂക്ഷമായി എന്ന് റിപ്പോർട്ട്. മെലോണി തന്നെ ആരാധനയോടെ നോക്കി നിൽക്കുന്നതായി ചിത്രീകരിച്ച ഡിജിറ്റലായി തിരുത്തിയ ഒരു ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചതാണ് പുതിയ വിവാദത്തിന് കാരണം. നേറ്റോ ഉച്ചകോടിക്ക് തൊട്ടുമുൻപ് വന്ന ട്രംപിന്റെ ഈ പോസ്റ്റിനെതിരെ ഇറ്റലി വിമർശനം ഉന്നയിച്ചെങ്കിലും ഇത് അമേരിക്ക ഇറ്റലി ബന്ധത്തെ ബാധിക്കില്ല എന്ന സൂചനയാണ് സർക്കാർ നൽകിയത്. ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗ്യൂഡോ ക്രോസറ്റോ സ്കൈ TG24 ചാനലിനോട് പ്രതികരിക്കവേ വ്യക്തികൾ വരികയും പോവുകയും ചെയ്യും, പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കണമെന്ന് പറഞ്ഞു. വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനിയും സമാന നിലപാടാണ് സ്വീകരിച്ചത്. വ്യക്തിഗത പരാമർശങ്ങൾക്കപ്പുറമാണ് അറ്റ്ലാന്റിക് ബന്ധങ്ങൾ. അമേരിക്ക ഇറ്റലി ബന്ധം ഇത്തരം സംഭവങ്ങളെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ട്രംപ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്ന് മെലോനി നേരത്തെ പ്രതികരിച്ചിരുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം അടിസ്ഥാനരഹിതമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്നും അവർ ആരോപിച്ചു. ഇറ്റാലിയൻ ജനങ്ങൾക്കിടയിലെ തന്റെ ജനപ്രീതിക്ക് ട്രംപുമായുള്ള ബന്ധവുമായി യാതൊരു ബന്ധവുമില്ലെന്നും തന്റെ ജനപ്രീതിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും സ്വന്തം ജനപ്രീതിയെക്കുറിച്ചാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതെന്നും മെലോനി തിരിച്ചടിച്ചു. അമേരിക്കൻ വിരുദ്ധതയല്ല താനെന്നും മുൻപ് ആരുടെയെങ്കിലും മുന്നിൽ മുട്ടുകുത്തി ഇരുന്നിട്ടില്ല എന്നും മെലോനി വ്യക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അവ കൂടുതൽ ശക്തമാകുന്നതെന്ന് താൻ വിശ്വസിക്കുന്നു. ഐക്യപ്പെട്ട പാശ്ചാത്യ ലോകത്തിലാണ് ഇറ്റലിയുടെ ശക്തി. എന്നാൽ ഉറച്ച ബന്ധങ്ങൾ തുറന്നു പറച്ചിലും അധിഷ്ഠിതമാണ്. താൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് എന്ന് ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അഡൻക്രോൺസ് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന 3 പ്രമുഖ സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾക്കെതിരെ അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ സംയുക്തമായി നടത്തിയ വൻ നടപടിയിൽ 37 പേർക്കെതിരെ കൊലപാതകം, പണം തട്ടിയെടുക്കൽ, മയക്കുമരുന്ന് കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. ലോറൻസ് ബിഷ്ണോയ് നയിക്കുന്ന ബിഷ്ണോയ് ഗ്യാങ്ങും അന്വേഷണ പരിധിയിലുണ്ട്. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന 3 പ്രമുഖ സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾക്കെതിരെ അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ സംയുക്തമായി നടത്തിയ വൻ നടപടിയിൽ 37 പേർക്കെതിരെ കൊലപാതകം, പണം തട്ടിയെടുക്കൽ, മയക്കുമരുന്ന് കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ പുറത്തുവിട്ട കുറ്റപത്രങ്ങൾ പ്രകാരം ബ്രിട്ടീഷ് കൊളംബിയയിൽ 3 വർഷം മുൻപ് കൊല്ലപ്പെട്ട സിഖ് വിഘടനവാദ നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് ഉത്തരവിട്ടെന്ന കേസിലും ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയ് ഉൾപ്പെടെ 2 പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമേരിക്കൻ അറ്റോർണി ബിൽ എസ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിലായി 3 കുറ്റകൃത്യ ശൃംഖലകളുമായി ബന്ധപ്പെട്ട 24ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തതായും കാലിഫോർണിയയുടെ തെക്കൻ കിഴക്കൻ മേഖലകളിൽ 42 സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതായും അറിയിച്ചു. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് 3 വ്യത്യസ്ത കുറ്റപത്രങ്ങളിലൂടെ 37 പേർക്കെതിരെ സംഘടിത കുറ്റകൃത്യം, പണം തട്ടിയെടുക്കൽ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയിലൂടെ പ്രവർത്തിച്ച സംഘങ്ങൾ വൻതോതിൽ കൊക്കീനും മെത്താഫെറ്റാമിനും വിതരണം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ധദ ഗാങ് നേതാവ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. അമേരിക്കയിൽ നിന്ന് പ്രതിവാരം 100 കണക്കിന് കിലോഗ്രാം കൊക്കീനും മെത്താഫെറ്റാമിനും കാനഡയിലേക്ക് കടത്തിയെന്നാണ് ഇവർക്കെതിരായ ആരോപണം. എന്നാൽ ഇവർക്കെതിരായ കുറ്റങ്ങൾ ഇതുവരെ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേസമയം കുറ്റപത്രങ്ങൾ പുറത്തുവന്നതോടെ കാനഡയിലെ ദക്ഷിണേഷ്യൻ സമൂഹങ്ങളിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഭവങ്ങൾ അവസാനിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അറസ്റ്റ് നടപടികൾ പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ പണം തട്ടൽ സംഘങ്ങളുമായി ബന്ധപ്പെട്ടതായി കരുതുന്ന വെടിവയ്പ് നടന്നിരുന്നു. കാനഡയിലെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അന്വേഷണത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ലിസ മൊർലാൻഡ് വ്യക്തമാക്കി. അന്വേഷണത്തിൽ ഇന്ത്യ സഹകരിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു. അതേസമയം കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കും. അതുവരെ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.18 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.19 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.72 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.14 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവു ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി.
അത് പ്രകാരം ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3264 കോടി രൂപയാണ്. ഇതിൽ 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു എന്ന് കണക്ക്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവ് ചെലവ് വിവരങ്ങൾ ഖജാൻജി ഗോവിന്ദ് ദേവ് ഗിരി പുറത്തുവിട്ടതിൽ ട്രസ്റ്റ് രൂപീകരിച്ച 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3264 കോടി രൂപയിൽ 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു എന്ന് റിപ്പോർട്ട്. സംഭാവനയായി ലഭിച്ച സ്വർണം ഉൾപ്പെടെയുള്ള 30 കിലോഗ്രാം വസ്തുക്കളും വെള്ളിയിൽ ഉൾപ്പെടെയുള്ള 1518 സാധനങ്ങളും വിലപിടിപ്പുള്ള മറ്റ് സംഭാവനകളും ട്രസ്റ്റിന്റെ കൈവശമുണ്ട് എന്ന് ഖജാൻജി ഗോവിന്ദ് ദേവ് ഗിരി പറഞ്ഞു. 2926 അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമാണ്. അവയുടെ രേഖ ട്രസ്റ്റിന്റെ കൈവശമുണ്ട്. 2024 മാർച്ച് 31 വരെ 16.765 കിലോഗ്രാം, 2024-25 കാലത്ത് 10.445 കിലോഗ്രാം, 2025-26 കാലത്ത് 5.050 കിലോഗ്രാം എന്നിങ്ങനെ 2026 മാർച്ച് 31 വരെ 32.259 കിലോഗ്രാം സ്വർണ്ണ സമാന വസ്തുക്കളാണ് ലഭിച്ചത്. ശുദ്ധീകരിച്ച ശേഷമുള്ള 849.272 കിലോഗ്രാം വെള്ളി ഉൾപ്പെടെ 1518.925 കിലോഗ്രാം വെള്ളി സാധനങ്ങളും ക്ഷേത്രത്തിൽ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾക്കായി ചെലവിട്ട 124 കോടി രൂപയുടെ കണക്ക് പരിശോധനയും പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങി. 2024 ജനുവരിയിലെ പ്രതിഷ്ഠാ ചടങ്ങ്, മഹാകുംഭമേളയ്ക്കായുള്ള ഒരുക്കം, 2025 കൊടിയേറ്റ പരിപാടി എന്നിവയ്ക്കായി ചെലവഴിച്ച തുകയാണ് പരിശോധിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങിന് മാത്രം 113 കോടി രൂപയാണ് ചെലവായത്. E20 ഇന്ധനത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ തള്ളി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത ഘട്ടത്തിൽ E25 ഇന്ധനം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാകാതെ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. E20 ഇന്ധനത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ തള്ളി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ 20 കോടി ഇരുചക്ര വാഹനങ്ങളും 20 ലക്ഷം 4 ചക്ര വാഹനങ്ങളും E20 ഇന്ധനമാണ് ഉപയോഗിക്കുന്നതെന്നും വാഹന നിർമ്മാതാക്കളോ സർവീസ് സെന്ററുകളോ ഇതുവരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3.5 വർഷമായി രാജ്യം E15 ഇന്ധനവും വിജയകരമായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. 2025 ഏപ്രിൽ മുതൽ E20 ഇന്ധനത്തിലേക്കുള്ള മാറ്റം നടപ്പാക്കിയിരുന്നുവെന്നും ഇത്രയും കാലം നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിനെതിരെ ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു. വാഹന നിർമ്മാതാക്കൾ E20 ഇന്ധനത്തിൽ പൂർണ്ണ സംതൃപ്തരാണ്. ഉപഭോക്താക്കളും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ഘട്ടമായ E25 ഇന്ധനത്തെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണ്. ശാസ്ത്രീയ റിപ്പോർട്ടുകൾ ലഭ്യമായ ശേഷം മാത്രമേ അത് പ്രായോഗികമാക്കുന്നത് സംബന്ധിച്ച് വാഹന നിർമ്മാതാക്കളുമായി ചർച്ച നടത്തുകയുള്ളൂ എന്നും മന്ത്രി വിശദീകരിച്ചു. ഇന്ധന നിർമ്മാണമോ വാഹന നിർമ്മാണമോ സർക്കാരല്ല നിർവഹിക്കുന്നതെന്നും അതിനാൽ വ്യവസായ മേഖലയിൽ നിന്നുള്ള സാങ്കേതിക നിർദ്ദേശങ്ങൾ ഈ മാറ്റത്തിൽ നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെലങ്കാനയിൽ മന്ത്രിയും MLAയും തമ്മിൽ തുറന്ന പോര്. മുതിർന്ന MLAക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വനിതാ മന്ത്രി കൊണ്ട സുരേഖ. തന്റെ അധികാരം മറികടന്ന് മുൻകൂട്ടി അറിയിക്കാതെ എൻഡോമെന്റ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം കടിയം ശ്രീഹരി MLA വിളിച്ചു ചേർത്തു എന്നാണ് പരാതി. തെലങ്കാനയിൽ മന്ത്രി കൊണ്ട സുരേഖയും കടിയം ശ്രീഹരി MLAയും തമ്മിൽ തുറന്ന പോര്. വകുപ്പ് ഡയറക്ടറും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ക്ഷേത്ര വികസനം, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ, ഭൂമി സംരക്ഷണം, കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഉദ്യോഗസ്ഥർക്ക് സമയപരിധി നിശ്ചയിച്ചു നൽകുകയും ചെയ്തു. വകുപ്പിലെ ഭരണപരമായ തീരുമാനങ്ങളും വികസന പരിപാടികളും തന്റെ പരിധിയിൽ വരുന്നതാണെന്നും മന്ത്രി എന്ന നിലയിൽ തന്നെ പൂർണ്ണമായി അവഗണിച്ച് ഇത്തരം യോഗങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം അധിക്ഷേപകരമാണെന്നും സുരേഖ കത്തിൽ വ്യക്തമാക്കി. തന്റെ അധികാരം ഇല്ലാതാക്കാനും പൊതുമധ്യത്തിൽ തന്നെ അപമാനിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് കടിയം ശ്രീഹരിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് മന്ത്രി ആരോപിച്ചു. മുൻപ് തന്റെ പ്രതിച്ഛായ തകർക്കാൻ MLA ശ്രമിച്ചിട്ടുണ്ടെന്നും അന്നെല്ലാം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായി ഉറച്ചു നിൽക്കുകയായിരുന്നു താനെന്നും സുരേഖ പറഞ്ഞു. MLAയുടെ നീക്കങ്ങൾ ഭരണ സംവിധാനത്തിനുള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് കാരണമാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ കടിയം ശ്രീഹരിയിൽ നിന്ന് ഔദ്യോഗിക വിശദീകരണം തേടണമെന്നും പാർട്ടി സർക്കാർ തലങ്ങളിൽ ഇത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉചിതമായ നടപടിയെടുക്കുന്നതിനായി ഈ വിഷയം പാർട്ടിയുടെ അച്ചടക്ക സമിതിക്ക് വിടണമെന്ന് സുരേഖ കത്തിലൂടെ ആവശ്യപ്പെട്ടു. വാറങ്കൽ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് കടിയം ശ്രീഹരി. BRS വിട്ട അടുത്തിടെയാണ് ഇദ്ദേഹവും മകൾ കാവ്യയും കോൺഗ്രസിൽ ചേർന്നത്. നിലവിൽ ശ്രീഹരി MLAയും മകൾ MP യുമാണ്. അതേസമയം 2 പതിറ്റാണ്ടിലേറെയായി വാറങ്കൽ മേഖലയെ പ്രതിനിധീകരിക്കുന്ന സുരേഖ മുൻപ് YS രാജശേഖര റെഡ്ഡി മന്ത്രിസഭയിലും അംഗമായിരുന്നു. മന്ത്രിയും MLAയും തമ്മിലുള്ള വാക്പോര് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തന്നോട് അടുപ്പമുള്ള പുതിയതായി പാർട്ടിയിലേക്ക് വന്നവർക്ക് മുഖ്യമന്ത്രി അമിത പ്രാധാന്യം നൽകുന്നു എന്നരോപിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് പുതിയ വിവാദം. വയനാട് മണ്ണിടിച്ചിലിൽ 2 തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതുമായിരിക്കും അന്വേഷിക്കുക. പദ്ധതി പ്രദേശത്തിന് തൊട്ടുമുകളിലായി മണ്ണിടിച്ചിലുണ്ടായതായി റിപ്പോർട്ടുണ്ട്.
അതുകൂടി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് മണ്ണിടിച്ചിലിൽ 2 തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പണി തുടങ്ങുകയുള്ളൂ. അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. മൃതദേഹം വേഗത്തിൽ അവരുടെ വീടുകളിൽ എത്തിക്കും. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. PSCയുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണെന്നും ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അദാനിയുടെ അപേക്ഷ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി വി.ഡി. സതീശൻ പറഞ്ഞു. കൺസെഷൻ അഗ്രിമെന്റും കേരളത്തിന്റെ താൽപര്യവും പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം മന്ത്രിസഭ പരിശോധിക്കും. കേരളത്തിന്റെ താൽപര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിനാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റം മുൻ സർക്കാരിന് അറിയുമായിരുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം സംബന്ധിച്ചുള്ള ദേശാഭിമാനി പത്രത്തിലെ വാർത്തകളും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ധാരണാപത്രം വായിക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. വിഴിഞ്ഞം തുറമുഖം ആരുടെയും കുത്തകയാകില്ല. കേന്ദ്ര അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ അദാനി പോർട്സിന്റെ അപേക്ഷയിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയിൽ പ്രതിരോധത്തിലായി CPIM. ഓഹരി വിൽപ്പനയെപ്പറ്റി അറിഞ്ഞില്ല എന്ന് CPIM നേതാക്കൾ പറയുമ്പോഴും ഓഹരി വിൽപ്പനയെ അനുകൂലിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ജൂൺ 5 പത്രത്തിലാണ് ഓഹരി വാങ്ങാനുള്ള SMCയുടെ നീക്കത്തെ പുകഴ്ത്തി വാർത്ത വന്നത്. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയിൽ പ്രതിരോധത്തിലാക്കി ഓഹരി വിൽപ്പനയെ അനുകൂലിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ വന്ന വാർത്ത. ജൂൺ 5 പത്രത്തിലാണ് ഓഹരി വാങ്ങാനുള്ള MSCയുടെ നീക്കത്തെ പുകഴ്ത്തി വാർത്ത വന്നത്. ഓഹരി വിൽപ്പന അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ടത് ജൂൺ 30-നാണ്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPIM വലിയ പ്രതിഷേധം നടത്തുമ്പോഴാണ് അവർ അതിനെ അനുകൂലിച്ചതിന്റെ തെളിവുകൾ പുറത്തുവരുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്ന തലക്കെട്ടോടെ സുനീഷ് ജോ എന്ന ബൈലൈനിലാണ് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് വന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വരാൻ സാധ്യതയേറിയെന്നും അതിന്റെ ഭാഗമായി ഓഹരികൾ വാങ്ങുമെന്നുമാണ് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നത്. 49% വരെ ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നതെന്നും അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡും MSC പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുറമുഖം വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനു ശേഷം അതിന്റെ 25% ഒഴിച്ചുള്ള ഓഹരികൾ വിൽക്കാം. കരാറിലെ വ്യവസ്ഥ അനുസരിച്ചാണ് ഓഹരി വിപണന ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും ദേശാഭിമാനി തിരുവനന്തപുരം എഡിഷനിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നുണ്ട്. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യ നടപടി. K. ബിജു IAS കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥരുടെ നിലപാട് അപകടകരമാണെന്നും കോടതി നിരീക്ഷിച്ചു. മാപ്പപേക്ഷ അംഗീകരിക്കില്ല എന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് നടപടി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ വിവാദ ഉത്തരവ് ഇറക്കിയതിന് കോടതിയലക്ഷ്യ നടപടി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. പ്രതിയാണോ ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. ആദ്യ അനുമതി ഉത്തരവിനെതിരെയും കോടതി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണെന്നും അപകടകരവും അനാവശ്യവുമാണ് എന്നും കോടതി നിരീക്ഷിച്ചു. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം ഗുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം ഗുലുമാൽ. അത്തരം ഉത്തരവാണ് ഇറക്കിയതെന്നും ഹൈക്കോടതി പരിഹസിച്ചു. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും കോടതി കുറ്റപ്പെടുത്തി. പ്രതികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. സർക്കാരിനെ വിമർശിക്കാനില്ല. ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദി. ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർ തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ല. പ്രതി വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ ആക്രമിച്ചു. എന്ത് അസംബന്ധമാണ് നടക്കുന്നതെന്ന് ചോദിച്ച ഹൈക്കോടതി കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പിലാക്കിയെന്ന് വിമർശിച്ചു. ഏകാധിപത്യ ഭരണമല്ല ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും കോടതിയലക്ഷ്യ നടപടിയും സ്വീകരിക്കുമെന്നും പറഞ്ഞു. 2026 ഫിഫ ലോകകപ്പിൽ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതെത്തി അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി. നിലവിൽ 8 ഗോളുകളാണ് ഈ ലോകകപ്പിലെ മെസ്സിയുടെ സമ്പാദ്യം. ഇന്നലെ ഈജിപ്തിനെതിരെ നടന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പിറന്ന രണ്ടാമത്തെ ഗോൾ മെസ്സിയുടെ വകയായി രണ്ടാമത്തെ ഗോൾ കൂടി പിറന്നതോടെ 2026 ഫിഫ ലോകകപ്പിൽ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതെത്തി അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി. ഗോൾ വേട്ടക്കാരുടെ പട്ടിക പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്തുള്ള മെസ്സിക്ക് തൊട്ടു പിന്നാലെ 7 ഗോളുകളുമായി എർലിംഗ് ഹാലൻഡ് 2ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്തുള്ള ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയ്ക്കും 7 ഗോളുകൾ തന്നെയാണ്. 6 ഗോളുകളുമായി ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ 4ാം സ്ഥാനത്തുണ്ട്. കൂടാതെ ഇംഗ്ലണ്ടിന്റെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം, സ്പെയിനിന്റെ മൈക്കൽ ഒയർസബാൽ, ഫ്രാൻസിന്റെ ഡെംബലെ എന്നിവർ 4 ഗോളുകളുമായി 5ാം സ്ഥാനത്തുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ സാമ്പത്തിക ആരോപണങ്ങളെ തുടർന്ന് നൈജൽ ഫറാജ് രാജിവെച്ച ഒഴിവിൽ എസെക്സ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ.
ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് വ്യക്തമാക്കി ബ്രിട്ടനിലെ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ഫരാജ് രാജിവെച്ചത് സാമ്പത്തിക തിരിമറി ആരോപണങ്ങൾ ഉയർന്നതോടെ ജനങ്ങളുടെ കോടതി സത്യം തീരുമാനിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൈജൽ ഫറാജിനെതിരെ ഉയർന്ന ആരോപണം ധനികരായ രണ്ട് അനുഭാവികളിൽ നിന്നും പണവും മറ്റ് സാമ്പത്തിക സഹായവും കൈപ്പറ്റി എന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനാർത്ഥിയായ ഫരാജ് മാത്രം. ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന 9 മുൻ പ്രധാനമന്ത്രിമാരുടെ സംരക്ഷണത്തിന് ചെലവഴിക്കുന്നത് ലക്ഷങ്ങൾ. ആൻഡി ബേൺഹാം പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്നതോടെ ബ്രിട്ടനിൽ ജീവിച്ചിരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9 ഉയരും. 20-ാം നൂറ്റാണ്ടിൽ പോലും ഒരിക്കലും 5 മുൻ പ്രധാനമന്ത്രിമാരിൽ ഏറെ പേർ ഒരേ സമയം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് ജീവിതകാലം മുഴുവൻ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നത് നിയമം. ചെലവുകൾക്കായി വളരെ ഉദാരമായ രീതിയിൽ ആറക്ക തുകയാണ് ചെലവാക്കുന്നതെന്നും ഇതെല്ലാം നൽകേണ്ടത് പൊതുഖജനാവിൽ നിന്നായതിനാൽ ഇതൊരു നിസ്സാര കാര്യമല്ല എന്നും വിമർശനം. മോസ്കോയിൽ വരെ കയറിയടിക്കാൻ ശേഷിയുള്ള പുത്തൻ തലമുറ ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ വികസിപ്പിക്കാൻ തയ്യാറെടുത്ത് ബ്രിട്ടൻ. നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചേർന്നുള്ള പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഇന്ന് പുറത്തുവിടും. 40 ബില്യൺ പൗണ്ടിന്റെ മിസൈൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രധാനമായും റഷ്യൻ ആക്രമണത്തെ ചെറുക്കുന്നതിനായി. ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ വളരെ കൃത്യതയോടെ 1500 മൈൽ അപ്പുറമുള്ള ലക്ഷ്യത്തെ വരെ ആക്രമിക്കാൻ ശേഷിയുള്ളവ. ഡീപ് സ്ട്രൈക്ക് മിസൈലുകൾ ഉപയോഗിക്കുക ശത്രു രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന്. റഷ്യ ബ്രിട്ടന്റെ പരമ്പരാഗത മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നത് ഇതാദ്യം. ഇൻഡോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ ഈ മാസം 15-ന് പ്രാബല്യത്തിൽ വരും. കരാർ നിലവിൽ വരുന്നതോടെ പുതിയ അവസരങ്ങളെക്കുറിച്ചും കൈവരിക്കാൻ കഴിയുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും ഏറെ പ്രതീക്ഷയോടെ ബ്രിട്ടീഷ് വ്യവസായ മേഖല. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ വൻ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് കരാർ എന്ന് സൂചന. ഗ്രീൻലാൻഡിനെ ചൊല്ലിയ ട്രംപിന്റെ പ്രസ്താവന വീണ്ടും വിവാദമാകുന്നു. തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിലെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാകണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റേതല്ല, അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് അവകാശവാദം ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള അമേരിക്കയുടെ ബന്ധം സമ്മർദ്ദത്തിലായിരിക്കെ പുതിയ പ്രസ്താവന കൂടുതൽ നയതന്ത്ര സംഘർഷത്തിന് ഇടയാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള വാക്പോര് കൂടുതൽ രൂക്ഷമായി. പുതിയ വിവാദത്തിന് കാരണം മെലോണി തന്നെ ആരാധനയോടെ നോക്കി നിൽക്കുന്നതായി ചിത്രീകരിച്ച ഡിജിറ്റലായി തിരുത്തിയ ഒരു ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. ചിത്രത്തിന് നിയന്ത്രണ ഉത്തരവ് വേണമെന്ന അടിക്കുറിപ്പും നൽകി ട്രംപ്. ട്രംപിന്റെ പോസ്റ്റിനെതിരെ വിമർശനം ഉന്നയിച്ച് ഇറ്റലി. വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്താതെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ട്രംപ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം അടിസ്ഥാനരഹിതമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്നും മെലോണിയുടെ വിമർശനം. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവു ചെലവ് വിവരങ്ങൾ പുറത്തുവിട്ട് ഖജാൻജി ഗോവിന്ദ് ദേവ്ഗിരി. ക്ഷേത്ര ട്രസ്റ്റ് രൂപവൽക്കരിച്ച 2020 മുതൽ ഇതുവരെ ലഭിച്ചത് 3264 കോടി രൂപ. 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു എന്ന് റിപ്പോർട്ട്. സംഭാവനയായി ലഭിച്ച സ്വർണം ഉൾപ്പെടെയുള്ള 30 കിലോഗ്രാം വസ്തുക്കളും വെള്ളി ഉൾപ്പെടെയുള്ള 1518 സാധനങ്ങളും വിലപിടിപ്പുള്ള മറ്റ് സംഭാവനകളും ട്രസ്റ്റിന്റെ കൈവശമുണ്ട് എന്ന് ഖജാൻജി. 2926 അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ട്. ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾക്കായി ചെലവിട്ട 124 കോടി രൂപയുടെ കണക്ക് പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം. വയനാട് മണ്ണിടിച്ചിലിൽ 2 തലത്തിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപകടമുണ്ടായ സാഹചര്യവും കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്നതും അന്വേഷിക്കും. അപകട സാധ്യതകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പണി തുടങ്ങുകയുള്ളൂ എന്നും അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകും. PSCയുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണെന്നും ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി. അദാനിയുടെ അപേക്ഷ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി വി.ഡി. സതീശൻ. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയിൽ പ്രതിരോധത്തിലായി CPIM. ഓഹരി വിൽപ്പനയെ പറ്റി അറിഞ്ഞില്ല എന്ന് CPIM നേതാക്കളെ വെട്ടിലാക്കി ഓഹരി വിൽപ്പനയെ അനുകൂലിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് ജൂൺ 5-ന്. ഓഹരി വിൽപ്പന അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ടത് ജൂൺ 30-ന്. ദേശാഭിമാനിയിൽ റിപ്പോർട്ട് വന്നത് വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്ന തലക്കെട്ടോടെ. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വരാൻ സാധ്യതയേറിയെന്നും അതിന്റെ ഭാഗമായി ഓഹരികൾ വാങ്ങുമെന്നും ദേശാഭിമാനി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.